ജൂൺ മേരി ടോക്സിലേക്ക് സ്വാഗതം. യോഹന്നാൻ 15:13. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. 1 യോഹന്നാൻ 4:8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് ഈശോ പറയാൻ പറഞ്ഞത്. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് വചനങ്ങളിലൂടെ കടന്നു പോകാം. ഈ ബൈബിളിലെ സമ്പൂർണ്ണ ബൈബിളിലെ വചനങ്ങൾ, ഓരോ ആവശ്യത്തിനുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വായിക്കണം എന്നാണ് ബൈബിളിനകത്ത് പറയുന്നത്. തിരുവചനം പറയുന്നത് കണ്ടുപിടിച്ച് വായിക്കണമെന്ന്. കുറച്ച് വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. 1 യോഹന്നാൻ 4:19 വീണ്ടും പറയാണ്, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 16:27 വീണ്ടും പറയാണ്, പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്നും വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. പിതാവ് തന്നെ നമ്മളെ സ്നേഹിക്കുകയാണ്. പിതാവ് നമ്മളെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അയക്കാൻ മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ രോഗങ്ങൾക്കും ഒക്കെ വേണ്ടി കുരിശിലേറി മരിച്ചു. അത്രമാത്രം പാടുപീടുകൾ സഹിച്ച്. റോമാഞ്ചേറ്റിലൂടെ പറയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. റോമ 8:37 വചനത്തിലൂടെ പറയുകയാണ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവനോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തിക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റോമാലേഖനത്തിൽ പറയാണ്, ഒരു ശക്തിക്കും ഒരു മരണത്തിനും ഒരു അന്ധകാര ശക്തിക്കും ആഴത്തിന് പോലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ദൈവസ്നേഹം നമ്മെ വേർപെടുത്താൻ സാധിക്കില്ലെന്ന്. സഫാനിയ 3:18 വീണ്ടും അവിടുന്ന് നമ്മോട് പറയാണ്, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തന്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. ജെറമ്യ 31:3 പറയാണ്, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. യോഹന്നാൻ 2 ലേഖനത്തിൽ പറയുകയാണ്, ഇതാണ് സ്നേഹം, നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക. കൽപ്പനയാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നത്. കൽപ്പന മുഴുവൻ ഒന്നിച്ചു സംഹരിക്കുമ്പോൾ സ്നേഹത്തിൽ വ്യാപരിക്കുക. സ്നേഹിക്കുക, അതാണ് കൽപ്പനയുടെ ആകെയുള്ള സംരംഭം. സ്നേഹിക്കുക. യോഹന്നാന്മാരുടെ എല്ലാം വചനത്തിലൂടെ അത് സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം സ്നേഹമാണ്. ഈ വചനങ്ങളാണ് എപ്പോഴും പറയുന്നത്. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചത്.
അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം ഇരിക്കുന്നത്. സ്വന്തം പുത്രനെ അയച്ചു എന്നതിലാണ് സ്നേഹം ഇരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും പറയാണ്, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുകയാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മളിൽ വസിക്കും. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒഴുക്കും. നമ്മുടെ ഹൃദയം മുഴുവൻ സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് നമുക്ക് യേശുവിനെ കാണാൻ പറ്റും. നാം അവരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കും. അവരുടെ ദുഃഖത്തിൽ നാം പങ്കാളികളായി തീരുകയും ചെയ്യും. നാം പങ്കുചേരും അവരുടെ ദുഃഖത്തിൽ. അതുപോലെ വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിനിടയില്ല. സ്നേഹമുണ്ടെങ്കിൽ ഭയമില്ല. സ്നേഹമുള്ളിടത്ത് ഭയമില്ല. സ്നേഹമില്ലെങ്കിൽ നമുക്ക് ഭയമാണ്. ഒരാളെ നമ്മൾ ഭയപ്പെടുന്നെങ്കിൽ അവരോട് നമുക്ക് സ്നേഹമില്ല, അവർക്ക് ഇങ്ങോട്ടും നമുക്ക് സ്നേഹമില്ല. അപ്പോൾ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി ഗാഗുൽത്താമലയിൽ അർപ്പിച്ചത്. അതിലും വലിയ സ്നേഹമില്ല. അപ്പം അതുകൊണ്ടാണ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് ഒരു പാട്ട് തന്നെയുള്ളത്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. പരിശുദ്ധ അമ്മയോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.